ആഴിയും ആകാശവുമാകുന്ന, ആദികളെല്ലാം മാറ്റുന്ന, അഴലകറ്റുന്ന ആറ്റുകാലമ്മ. ആറ്റുകാലമ്മ എന്ന പരാശക്തി സങ്കല്പത്തെ ആഴത്തിലറിയാൻ ഉപാസിക്കാനുമായി എത്തുന്ന പൊങ്കാല നാളുകൾ. ഈ പൊൻകാലത്തെ ഓരോ ദിവസവും അതിൻ്റെ തത്വങ്ങൾ, അതിലെ സന്ദേശങ്ങൾ അങ്ങനെ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് 5-ാം നാളാണ്. ഏത് ഭഗവതി ഉപാസനയിലും 5-ാം നാളിന് പ്രാധാന്യം വരുന്നത് പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കുന്നു ഈ ജീവിതം എന്നതുകൊണ്ടാണ്. പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി തന്നെയാണ് പരാശക്തി സ്വരൂപവും നിലകൊള്ളുന്നത്. അഗ്നിയും ജലവും വായുവും ഭൂമിയും ആകാശവുമാകുന്ന ഭഗവതിയെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പൊങ്കാല മഹോത്സവം നടക്കുമ്പോൾ പൊങ്കാല ഇടുന്ന ഓരോ സ്ത്രീകളും അറിഞ്ഞും അറിയാതെയുമൊക്കെ ഈ പഞ്ചഭൂത ഉപാസന തന്നെയാണ് നടത്തുന്നത്. അഗ്നി എന്നത് അത് പൊങ്കാലയ്ക്ക് തെളിയിക്കുന്ന ആ ദീപം മാത്രമല്ല, കുംഭമാസത്തിൻ്റെ ആ ചൂട് മുഴുവനും ഏറ്റുവാങ്ങുമ്പോഴും ആ ചൂട് ഒരു അഗ്നി സ്വരൂപത്തിലാണ് നമ്മളെ ആകെ ആഗിരണം ചെയ്യുക. പിന്നെ ആ മൺകുടം പൃഥ്വീഭാവത്തിൽ നിൽക്കും. അതിലെ ജലം, ജീവനാകുന്ന ആ ജലഭാവം ഈ പഞ്ചഭൂതങ്ങളിൽ ജലതത്വത്തിന് സമാനമായി നിൽക്കും. ഓരോ മനസ്സിലും ഉണ്ടാകുന്ന പ്രാർത്ഥനകളും, ദീർഘമായ പ്രാർത്ഥനകൾ ഓരോന്നും നമ്മൾ ഈ പ്രാണവായു ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശബ്ദിക്കാനാകുന്നത്, പ്രാർത്ഥിക്കാനാകുന്നത്. ആ പ്രാർത്ഥനകളെല്ലാം വായുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. എന്നിട്ടോ വിശാലമായ ആകാശം, അനുഗ്രഹങ്ങളുടെ ആകാശം ഇതിനൊക്കെയും സാക്ഷിയാകുന്നു. അതാണ് പൊങ്കാലയിൽ പഞ്ചഭൂതങ്ങളെയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉപാസിക്കുന്നതെന്ന് പറയുന്നത്. ഓരോ തവണ പൊങ്കാല ഇടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വീട് മുറ്റത്ത് നിന്നുകൊണ്ട് മൺകലങ്ങളിൽ പൊങ്കാല സമർപ്പിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അത് പഞ്ചഭൂത ഉപാസനയായി മാറാണ്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 5 എന്ന ദിവസത്തിന് അങ്ങനെ പഞ്ചഭൂതാത്മകയായ ഭഗവതിയുടെ പ്രകൃതി സ്വരൂപത്തെയാണ് നമ്മൾ ഉപാസിക്കുന്നത് എന്നർത്ഥം. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞോളട്ടെ. ഇനിയിപ്പോൾ നമ്മൾ വ്രതനിഷ്ഠം ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി പ്രസക്തമായ ഭാവത്തിൽ ഭഗവതി ഉപാസന കൂടി വരികയാണ്. നമ്മൾ ഇതുവരെ നമ്മളെ തന്നെ തിരിച്ചു പിടിക്കുകയായിരുന്നു. നമ്മളിലെ ശക്തിയെ, നമ്മളിലെ വിശ്വാസങ്ങളെ, നമ്മളിലെ നേടിയെടുക്കുവാനുള്ള, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുവാനുള്ള ശക്തിയെ ഉപാസിക്കുവാനാണ് ഇതുവരെ ശ്രമിച്ചത്. ഇനി ആ പരാശക്തിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഘട്ടങ്ങൾ എത്തണം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, ഇനി പാരായണം ചെയ്യാൻ സമയമില്ല എങ്കിൽ ലളിതാ സഹസ്രനാമം ശ്രവിക്കുന്നത്. ഇപ്പോൾ തിരക്കുള്ള ഒരു ജീവിത രീതിയാണെങ്കിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും തന്നെ ഫോണിന് ഹെഡ്ഫോൺസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഹെഡ്ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ലളിതാ സഹസ്രനാമം കേൾക്കും തോറും അതിലെ ഓരോ വാക്കുകളും ഹൃദയത്തിൽ പ്രതിഷ്ഠിതമാകുന്ന അവസ്ഥയുണ്ടാവുക. ജപിക്കാൻ സാധിച്ചാൽ നല്ലത്, ഇല്ലെങ്കിൽ ശ്രവിക്കുകയെങ്കിലും ചെയ്യാം. ജപം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ശ്രവണത്തിലൂടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജ്ഞാനത്തിലേക്ക് കടക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുക ഇനിയുള്ള നാളുകൾ. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമത്തിൽ നിന്ന് ചില പ്രത്യേകമായ നാമങ്ങൾ, ചില പ്രത്യേകമായിട്ടുള്ള പ്രകീർത്തനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു നിറവ് കൊണ്ടുവരും നമുക്ക് അറിയാൻ പറ്റും. അത് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. എനിക്കൊരു ആചാര്യ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ലളിതാ സഹസ്രനാമം നിരന്തരം കേൾക്കുകയും പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭഗവതി ഏത് സ്വരൂപത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുവോ, അല്ലെങ്കിൽ ഭഗവതി ഏത് സ്വരൂപത്തിലാണോ നമ്മളെ അനുഗ്രഹിക്കേണ്ടത്, ആ രൂപവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നാമം, ഭഗവതിയുടെ ഒരു നാമം നമുക്ക് പ്രത്യേകമായൊരു ആകർഷണം തോന്നുകയും പിന്നെ നമ്മൾ നിരന്തരം അതിലേക്ക് തന്നെ ഓരോ തവണ ജപിക്കുമ്പോഴും അതിലേക്ക് കൂടുതൽ ആകർഷകരായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ചിത്തഗ്നി കൊണ്ട് സംഭൂത എന്നുള്ള നാമമാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ചിത്ത അഗ്നി എന്നുള്ള ഭാവം, അതായത് ചിത്തിനെ തന്നെ അഗ്നിയാക്കുന്ന, പ്രകാശിപ്പിക്കുന്ന ആ ഭാവം എവിടെയോ അവിടെ ജനിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥം വരുമ്പോഴേക്കും തന്നെ നമുക്ക് കൂടുതലായിട്ട് പരാശക്തി സ്വരൂപത്തെ അടുത്തറിയാനാണ് സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനി ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ഭഗവതി നാമ ഉപാസന, ഇപ്പോൾ ഭദ്രകാളി 10 ആണെങ്കിൽ അതല്ല ദേവി മഹാത്മ്യമാണെങ്കിൽ അങ്ങനെ എന്താണോ നമുക്കറിയുന്നത്, നമുക്ക് നന്നായി അറിയുന്നത് എന്തോ അത്. ഇനി ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന ജപം തന്നെ ധാരാളം. അല്ലെങ്കിൽ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ. അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വൈഷ്ണവ ശക്തിയായും ശൈവശക്തിയായും അംബികയെ കാണാണ്. അങ്ങനെയാണ് സർവമംഗളമംഗല്യം, എല്ലാ തരത്തിലുള്ള മംഗളങ്ങൾക്കും മംഗളമരുളുന്നവൾ എന്നുള്ള അർത്ഥമാണ്. എല്ലാ മംഗളങ്ങൾക്കും, എല്ലാ നന്മകൾക്കും നന്മയായി നിലകൊള്ളുന്ന ഭഗവതിയാണ് നമ്മൾ അപ്പോൾ ഉപാസിക്കുന്നത്. അത് ശിവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ ശിവന് ശക്തി നൽകുന്ന ഭഗവതിയെ എന്ന് അർത്ഥം വരുന്നുണ്ട്. സർവാർത്ഥ സാധിക, എന്താണ് നമുക്ക് വേണ്ടത് അത് നടത്തിത്തരുന്ന ഭഗവതി എന്ന് പറയുന്നുണ്ട്. ശരണ്യ, എല്ലാ തരത്തിലും നീ തന്നെയാണ് ശരണം എന്ന് നമ്മൾ പറയുകയും 3 ഭാവത്തിലും എല്ലാം, അത് 3 ഗുണങ്ങളിലായാലും ശരി, 3 ലോകങ്ങളിലായാലും ശരി, 3 സ്വരൂപത്തിലായാലും ശരി, എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന അംബയാകുന്ന ഭാവം, ആ അംബികയെ നമ്മൾ നാരായണിയായി കണ്ടുകൊണ്ട് ജപിക്കുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവതിയുടെ നാമം പറയുമ്പോൾ അതൊക്കെ വൈഷ്ണവ ശക്തിയാണ്, ഇതൊക്കെ ശൈവശക്തിയാണ് എന്നൊന്നും പറയരുത്. കാരണം ഭഗവതി സർവ്വതിലും നിൽക്കുന്ന പരാശക്തിയാണ്. അവിടെ ശൈവം, വൈഷ്ണവം, മാനുഷികം, ആസുരികം ഒക്കെ എല്ലാറ്റിനെയും മറികടന്ന് അപ്പുറത്ത് നിൽക്കുന്ന, എല്ലാ ഗുണങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന പരാശക്തി സ്വരൂപത്തെയാണ് നമ്മൾ ഉപാസിക്കുന്നതെന്നറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ജപങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാം. അതുപോലെ ഏതെങ്കിലും ഒരു മന്ത്രം സ്വയം തിരഞ്ഞെടുത്ത് അത് ജപിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രം ഭഗവതി മന്ത്രം ദീക്ഷയായി ജപിച്ച് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ജപിക്കാം. അതിൻ്റെയൊക്കെ വിശേഷ ദിവസങ്ങളാണ് ഇനി വരുന്നത്. ഇനി മറ്റൊന്നുകൂടി, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ സ്ത്രീകളാണല്ലോ പൊങ്കാല അർപ്പിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ തന്നെ എന്തെങ്കിലും ഒരു നിഷ്ഠയായിട്ടുള്ളതാണോ, ഒരു ആചാരമായിട്ടുള്ളതാണോ? ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീകൾ പോകാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ സ്ത്രീകളെ പൊങ്കാല അർപ്പിക്കാൻ പാടുള്ളൂ. അതെങ്ങനെയാണ് ആചാരം വന്നത് എന്നുള്ളതാണ് പലപ്പോഴും സംശയം വരുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുന്നത്? അതിന് പിന്നിലെ കാരണം ചരിത്രപരമായ പല വസ്തുതകളുണ്ട്, ഐതിഹ്യപരമായ വസ്തുതകളുണ്ട്. ഐതിഹ്യപരമായി പറയുന്നത് എന്താണ്? പാണ്ഡ്യനഗരിയാകെ ചുട്ടരിച്ച സമയത്ത് സ്ത്രീകളെയും കുട്ടികളെയും മാത്രം സംരക്ഷിച്ചു ഭഗവതി. അപ്പോൾ ആ സ്ത്രീകൾ എല്ലാവരും ഭഗവതിക്ക് നൽകിയ സമർപ്പണമാണ് പൊങ്കാല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അതല്ലാതെ പറയുന്നുണ്ട്, അഗ്നിയിൽ അല്ലെങ്കിൽ ഒരു ദേഷ്യഭാവത്തിൽ കോപാഗ്നിയിൽ നിന്ന് വന്ന ഭഗവതിയെ ആർദ്രമാക്കിയത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ മാത്രം പൊങ്കാല, കുഞ്ഞുങ്ങൾ താലപ്പൊലിയായിട്ടും കുത്തിയോട്ട വ്രതക്കാരായിട്ടും അവിടെ എത്തുകയും സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുകയും ചെയ്യുന്നത് എന്നും ഐതിഹ്യമുണ്ട്. എന്നാൽ ഇതിനെല്ലാം അപ്പുറത്ത് ഓരോ സ്ത്രീയും അവിടേക്ക് എത്തുന്നത്, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അതിപ്പോൾ ഒരു ജീവിതാനുഭവം, ഈ യാത്രകൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. ഒരിക്കൽ ഞാൻ ശ്രീ നിർമ്മലാനന്ദഗിരി മഹാരാജ്, അദ്ദേഹം ജീവിച്ചിരുന്ന കാലം എന്ന് പറയുന്നത്, ആ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ കാണാൻ പറ്റിയതോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ പറ്റിയതോ ഒക്കെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് കരുതുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം നിർമ്മലാനന്ദഗിരി മഹാരാജിനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഒരിക്കൽ ഞാൻ നേരിട്ട് തന്നെ. അപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നു. അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ള മരുന്നുകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഒരാളോട് മരുന്നുകൾ കൊടുത്തിട്ട് അദ്ദേഹം പറയുകയാണ്, നോക്കൂ, ഈ മരുന്ന് തയ്യാറാക്കേണ്ടത് നിങ്ങൾക്ക് ഈ അസുഖം മാറണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ സഹോദരിയോ ആയിരിക്കണം ഈ മരുന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി തരാൻ. അത് നിർബന്ധമാണെങ്കിൽ മാത്രമേ ഈ മരുന്ന് ഫലിക്കുള്ളൂ എന്ന്. അപ്പോൾ ഞാനത് കേട്ട് നിൽക്കുമ്പോൾ അത്ഭുതം തോന്നണം, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ഒരു സ്ത്രീക്ക് മാത്രമേ സ്വാർത്ഥതയില്ലാതെ, അതായത് എനിക്കെന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകണമെന്ന് കരുതാതെ തന്നെ മറ്റൊരാളുടെ അസുഖം മാറണമെന്ന് പ്രാർത്ഥിക്കാനാവുള്ളൂ. അപ്പോൾ ആ അസുഖം അയാൾക്ക് മാറണമെന്ന് പ്രാർത്ഥിക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന അയാളുടെ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ സഹോദരിക്കോ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇവരിൽ 3 പേർ ആ മരുന്ന് തയ്യാറാക്കി കൊടുക്കുമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ കൊട്ടിയൂർ നമ്മൾ പോകുമല്ലോ, കൊട്ടിയൂരിൽ വർഷത്തിൽ 28 ദിവസങ്ങൾ മാത്രമാണല്ലോ ഉത്സവം ഉള്ളത്. അപ്പോൾ അതിന് മുന്നേ നെയ്യമൃത് വ്രതക്കാർ വ്രതം എടുക്കാറുണ്ട്. 1 മാസം മുന്നേ തന്നെ അവർ വ്രതം തുടങ്ങും. അവർ വ്രതം എടുക്കുമ്പോൾ അവരോട് പറയുന്നത്, വ്രതം എന്ന് പറഞ്ഞാൽ വളരെ നിഷ്ഠയുള്ള വ്രതമാണ് കേട്ടോ, വളരെ നിഷ്ഠയോടുകൂടി പുരുഷന്മാരെടുക്കുന്ന വ്രതമാണ്. പക്ഷേ ഈ പുരുഷന്മാർ വ്രതം എടുക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് ആദ്യത്തെ ഒരാഴ്ച കാലത്ത് അവരോട് പറയുന്നുണ്ട്, അവരുടെ കുടുംബത്തിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന, അതായത് അമ്മയോ ഭാര്യയോ സഹോദരിയോ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം മാത്രമേ അവർ വ്രതനിഷ്ഠരാകുമ്പോൾ, അതായത് അതുവരെ ശരീരത്തെ ഒരു വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ സഹോദരി ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കണം, നിർബന്ധമാണത്. അത് നിർബന്ധമായും പറയാറുണ്ട്. ഈ അമ്മ, ഭാര്യ, സഹോദരി എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം ഒരാൾ പറയുന്നു ഔഷധമാണെന്ന്, മറ്റൊരാൾ പറയുന്നു പ്രാർത്ഥനകൾക്ക്, അല്ലെങ്കിൽ കൊട്ടിയൂർ ഭാഗത്ത് വിശ്വസിക്കുന്ന ഒരാളെ വ്രതശുദ്ധിയിലേക്ക് നടത്താൻ ആ ഭക്ഷണത്തിന് തീർച്ചയായിട്ടും കഴിയുമെന്നാണ്. ഇതുകൂടാതെ ഒരിക്കൽ നമ്മുടെ കവി ശ്രീ മധുസൂദനൻ സാറ് അദ്ദേഹം ഒരിക്കൽ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഒരു നല്ല പൗരൻ ഉണ്ടായി വരണം, ഒരു നല്ല കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അവൻ്റെ അമ്മയുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച കുട്ടി, അവൻ്റെ അമ്മയുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് നന്മകളെ സ്വീകരിക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഈ അന്നപൂർണേശ്വരി എന്ന ഭാവം, അന്നം പാകം ചെയ്യുന്നത്, അന്നം വിളമ്പി കൊടുക്കുന്നതിലെ അമ്മഭാവം, അത് വിശേഷമായത് തന്നെയാണ്. ഒരമ്മ മനസ്സറിഞ്ഞുണ്ടാക്കുന്ന ഭക്ഷണം, ഒരമ്മ മനസ്സ് നിറഞ്ഞ് വിളമ്പി കൊടുക്കുന്ന ഭക്ഷണത്തിന് ഔഷധ ഗുണം തീർച്ചയായിട്ടും ഉണ്ട്. ആ അമ്മഭാവത്തെയാണ് ഞാൻ പറയുന്നത്. അതൊരു സ്ത്രീക്കേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊന്നും പറയല്ല കേട്ടോ. സ്ത്രീക്കും പുരുഷനും സ്നേഹഭാവം വന്നാൽ, മാതൃഭാവം വന്നാൽ തീർച്ചയായിട്ടും ആ ഭക്ഷണം ഔഷധമായി മാറുമെന്നാണ്. അപ്പോൾ ഇവിടെ അമ്മയായി നിൽക്കുന്ന ഭഗവതി, അന്നപൂർണേശ്വരി കൂടിയായ ഭഗവതി, ആ ഭഗവതിക്കരികിലേക്ക് തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന സ്ത്രീ, ആ സ്ത്രീ അത്രയും കഷ്ടപ്പാടോടുകൂടി തയ്യാറാക്കുന്ന നിവേദ്യം അത് ഭഗവതിക്ക് സമർപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അത് ഭക്ഷിക്കുന്ന, അല്ലെങ്കിൽ അത് പ്രസാദമായി സ്വീകരിക്കുന്ന ഓരോ വീട്ടിലെയും മനുഷ്യർക്ക് അതിൻ്റെ ഐശ്വര്യം ലഭിക്കാം, അതവർക്ക് ഔഷധമായി ഭവിക്കുകയാണ്. അപ്പോൾ വർഷത്തിലൊരിക്കൽ നമ്മൾ പൊങ്കാല അർപ്പിക്കുമ്പോൾ, ഇത്രയും വ്രതം എടുത്തുകൊണ്ട് ഓരോ സ്ത്രീയും പൊങ്കാല അർപ്പിക്കുമ്പോൾ ശരിക്കും മറ്റൊരാൾക്കുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രിയപ്പെട്ടവർക്കുള്ള ഔഷധം കൂടിയാണ്
നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിങ്ങനെ തന്നെ പഴമക്കാർ പറഞ്ഞിരുന്നു എന്നുള്ളത്. നിർമ്മലാനന്ദഗിരി മഹാരാജ് സ്വാമി അദ്ദേഹം പറയുമ്പോൾ ആ ഔഷധം അത് മാത്രമേ ഒരാൾക്ക് ഫലിക്കുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത്. ഒരു രോഗം മാറണമെങ്കിൽ ആ മരുന്ന് കൂട്ടുകൾ തയ്യാറാക്കുന്നത് അയാളുടെ അമ്മയോ ഭാര്യയോ സഹോദരിയോ ആയിരുന്നാൽ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത്. ആ ആൾക്ക് അസുഖം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഫലിക്കുമെന്നാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ പ്രാധാന്യം നമ്മൾ ഈ കാണുന്നതിനെല്ലാം അപ്പുറത്താണ് എന്ന് മനസ്സിലാക്കുക. ആറ്റുകാൽ പൊങ്കാല അതുകൊണ്ട് സ്ത്രീകളുടെ മാത്രം ഉത്സവമല്ല. ഓരോ പുരുഷനും അവൻ്റെ ജീവിതത്തിലെ സ്ത്രീയെ മനസ്സിലാക്കണം. അമ്മയെ, ഭാര്യയെ, സഹോദരിയെ, മകളെ ഒക്കെ എത്രമാത്രം ഔഷധമാണ് ആ സ്നേഹം, ആ മാതൃത്വം, ആ വാത്സല്യം, ആ പ്രണയം, അല്ലെങ്കിൽ ആ സാഹോദര്യത്വം എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ആറ്റുകാൽ പൊങ്കാല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ പുതിയ പുതിയ ഒരുപാട് ഉണർവുകൾ നമുക്ക് നൽകുന്ന ഒരുപാട് മഹാ ഉത്സവങ്ങളുടെ ഒത്തുചേരലുകളുടെ ഭൂമിയാണ് നമ്മുടെ ഭാരതം, കേരളം. ഈ ഓരോ ഉത്സവ നാളുകളും ഇത്തരം ചിന്തകൾക്ക് കൂടി ഉണർവ് നൽകുന്നതായിരിക്കട്ടെ, അത്തരം ചിന്തകൾ കൂടി ഉയർന്നു പൊങ്ങുന്നതായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Mochidas Moksha, Journey to the Self.